نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه سراجا وقمرا منيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികൾ, സർവ്വലോക നിയന്താവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ മേഖലകളിലും പാലിച്ചു ജീവിക്കണമെന്ന് ആദ്യമായി സ്വന്തത്തെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി സ്വർഗം കരഗതമാക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ 4 കാര്യങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ. 4 കാര്യങ്ങൾ അതൊരുവന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവൻ തനിച്ച മുനാഫിഖാണ്, നിഫാഖുള്ളവൻ. എന്താണ് ഈ മുനാഫിഖിന്റെ അവസ്ഥ? വിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസാഇലൂടെ അല്ലാഹു പറയുന്നു, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. നരകത്തിന്റെ ആഴ്ത്തട്ടിലാണ് മുനാഫിഖിന്റെ സ്ഥാനം. ഇത് പറഞ്ഞിട്ട് റസൂൽ പറയുകയാണ്, വമൻ കാനത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന കാനത് ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖ് ഹത്താ യദഅഹ. ഈ 4 കാര്യങ്ങളിൽ ഏതെങ്കിലും 1 or 2 ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അവന്റെ ജീവിതത്തിൽ നിഫാഖിന്റെ ഒരു ഭാഗമുണ്ട്. അവൻ അത് ഉപേക്ഷിക്കുന്നത് വരെ. എന്നിട്ട് റസൂൽ 4 കാര്യങ്ങൾ എന്നെ പറയുക. ഒന്നാമത്തത് ഇത് തുമിന ഖാന. അവനെ നമ്മളൊന്ന് വിശ്വസിച്ചു പോയാൽ അവൻ നമ്മളെ വഞ്ചിക്കും. വഇദാ ഹദ്ദസ കദബ. അവനോടൊന്ന് സംസാരിച്ചാൽ അവൻ കളവേ പറയുകയുള്ളൂ. വഇദാ ആഹദ ഗദറ. അവനോട് വല്ല കരാറും രേഖപ്പെടുത്തിയാൽ അവൻ അത് ലംഘിക്കും. വഇദാ ഖാസമ ഫജറ. അവനോട് തെറ്റിയാൽ അവൻ ആക്ഷേപം പറയും, കുറ്റം പറയും. ഇത് നമുക്കൊക്കെ ഒരുപാട് പട്ടം കേട്ട് പഠിച്ച് മനസ്സിലുള്ളവരാണ്. നിഫാഖിന്റെ അവസ്ഥയെ കുറിച്ച് നമുക്കറിയാവുന്നത്, നരകത്തിന്റെ ആഴ്ത്തട്ട് പോയി ഏറ്റവും ലളിതമായ കാലിനടിയിൽ ധരിപ്പിക്കുന്ന ആ ഒരു ചെരുപ്പിന്റെ ചൂട് പോലും ആഗ്രഹിക്കാത്തവനാണ്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്.
ഈ 4 കാര്യങ്ങളിൽ 2 നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധ്യതയുള്ളൊരു പ്രവർത്തനം. റസൂല് തന്റെ ജീവിതത്തിൽ ചെയ്തു കാണിച്ചു തന്ന, ഇസ്ലാമിൽ ഹലാലായി പഠിപ്പിച്ചു തന്ന ഒരു പ്രവർത്തനം. ആ പ്രവർത്തനം മുഖേന ഈ നിഫാഖിന്റെ ലക്ഷണങ്ങളിൽ 2 or 3 നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം. എന്താണത്? അതെ, നമ്മുടെ സാമ്പത്തിക മേഖലയാണ്. നമ്മുടെ സാമ്പത്തിക മേഖലയാണ്. വിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് വചനങ്ങൾ സാമ്പത്തിക വിശുദ്ധിയെ കുറിച്ച്, റസൂലിന്റെ വചനങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ശുദ്ധമായ, തയ്യിബായ, ഹലാലായ സമ്പാദ്യം മാത്രം സമ്പാദിക്കുവാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിലെ തന്നെ സൂറത്ത് ബഖറയിലെ നമ്മുടെ മുസ്ഹഫുകളിൽ 1 പേജോളം വരുന്നൊരു വചനം, ബഖറയുടെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം. ആയത്തുദ്ദീൻ എന്നറിയപ്പെടുന്ന വചനം. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ കടം വാങ്ങിക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കേണ്ടുന്ന മര്യാദകളെ കുറിച്ച് ഒന്നാമതായി പറയുന്ന മര്യാദ, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ ഫക്തുബൂ. നിങ്ങൾ ഒരു അവധി പറഞ്ഞുകൊണ്ട് വല്ല കടമിടപാടും നടത്തുകയാണ് എങ്കിൽ നിങ്ങളത് രേഖപ്പെടുത്തുക. ശേഷം ആ വചനത്തിൽ എഴുതി വെക്കുന്ന ആൾക്കുണ്ടാകേണ്ടുന്ന ക്വാളിറ്റി, എത്ര സാക്ഷികൾ വേണം, സാക്ഷികൾക്കുണ്ടാകേണ്ടുന്ന ക്വാളിറ്റി എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഇസ്ലാമിലേറെ പ്രാധാന്യം നൽകുന്ന സാമ്പത്തിക വിശുദ്ധിയുമായി ബന്ധപ്പെട്ടിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത്. അഥവാ ഒരിക്കലൊരു സ്വഹാബി റസൂലിനോട് ചോദിക്കുകയാണ്, എല്ലയോ പ്രവാചകരെ, അങ്ങ് എന്തിനാണ് നിരന്തരം നമസ്കാരത്തിൽ കടത്തിന്റെ കെണിയിൽ നിന്ന് അല്ലാഹുവിനോട് ശരണം തേടിക്കൊണ്ടിരിക്കുന്നത്, രക്ഷ തേടുന്നത്? റസൂൽ പറഞ്ഞു കൊടുത്തു, ഇന്നർ റജുല ഇദാ ഗരിമ ഹദ്ദസ ഫകദബ വവഅദ ഫഅഖ്ലഫ. ഒരു മനുഷ്യൻ അവൻ കടബാധ്യതയിൽ ഏർപ്പെട്ടാൽ അവൻ സംസാരിക്കുമ്പോൾ കളവ് പറയും, അവൻ കരാറ് പറഞ്ഞാൽ അത് ലംഘിക്കും. എങ്ങനെയാണ് നമുക്കറിയാലേ? ഒരു ഡേറ്റ് പറഞ്ഞാൽ പിന്നെ അത് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അവിടെ സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വല്ല കളവുമായിരിക്കും. ആ കളവ് പറഞ്ഞു മുനാഫിക്കിന്റെ ലക്ഷണങ്ങളിൽ ഒന്ന്. രണ്ടാമതായി പറഞ്ഞ ഡേറ്റ്, ആ ഒരു കരാറ് നമ്മൾ ലംഘിച്ചു. 2 നിഫാഖിന്റെ ലക്ഷണം പ്രവാചകൻ കാണിച്ചു തന്ന, പ്രവാചകൻ ചെയ്തിട്ടുള്ള, ഇസ്ലാമിൽ ഹലാലാക്കിയ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പക്ഷേ പലപ്പോഴും നമ്മൾ പല സാഹചര്യങ്ങളിലും പല ഘട്ടങ്ങളിലും 1000, 10,000, ലക്ഷങ്ങളും ഒക്കെയായി കടങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലേ? ആ കടങ്ങളുടെ കാര്യം നമ്മൾ ഗൗരവകരമായി കൊണ്ട് അത് കൃത്യമായ സമയത്ത് കൊടുത്തുകൂട്ടുവാൻ നമുക്ക് സാധിക്കാറുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സംഭവം, റസൂലിന്റെ സംഭവത്തിൽ നിന്ന് ഒരു ഹദീസിൽ മുഹമ്മദ് നബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ റസൂലിന്റെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതാ റസൂലിന്റെ തല ആകാശ ലോകത്തേക്ക് ഉയരുകയാണ്. ശേഷം അവിടുന്ന് അദ്ദേഹത്തിന്റെ കൈയുടെ ഉള്ളം, കൈപ്പടം എടുത്ത് നെറ്റിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, സുബ്ഹാനല്ലാഹ് മാ ഹാദാ തസ്ദീദു അല്ലദീ നുസിൽ. എന്തൊരു പ്രയാസകരമായ, എന്തൊരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ് എനിക്ക് അവതീർണമായിട്ടുള്ളത്. സഹാബത്ത് പ്രവാചകനെ ബുദ്ധിമുട്ടിക്കാതെ ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞുപോയി. അടുത്ത ദിവസം റസൂലിനെ കണ്ടപ്പോ അവര് ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ ഹാദാ തസ്ദീദു അല്ലദീ നുസിൽ. പ്രവാചകരെ, അങ്ങക്ക് ഇറങ്ങിയ ആ പ്രയാസകരമായ കാര്യം എന്തായിരുന്നു? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി. എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ സത്യം, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാഹ്. ഒരു മനുഷ്യൻ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ ഏർപ്പെട്ട് ശുഹദായി, ثم ഉഹിയ, വീണ്ടും അദ്ദേഹത്തിന് അല്ലാഹു ജീവൻ നൽകി, ثم ഖുതില, വീണ്ടും അദ്ദേഹം യുദ്ധത്തിലേക്ക് എടുത്തു ചാടി അദ്ദേഹം ശുഹദായി, ثم ഉഹിയ, വീണ്ടും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവൻ നൽകി, ثم ഖുതില, വീണ്ടും അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെട്ട് അദ്ദേഹം ശുഹദായി. وعليه دين ما دخل الجنة. ആ ശുഹദാ അദ്ദേഹത്തിന്റെ മേൽ വല്ല കടമിടപാടും ബാക്കിയായിട്ടുണ്ട് എങ്കിൽ
അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിലൂടെ വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതാ, ശുഹദാക്കളെ കുറിച്ച് നിങ്ങൾ മരണപ്പെട്ടവരെന്ന് പോലും പറയരുത് എന്ന് ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിച്ച, അള്ളാഹുവിന്റെ അടുക്കൽ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആ ശുഹദാക്കളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവർ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയില്ല. റസൂൽ മറ്റൊരു അവസരത്തിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, യഗ്ഫിറു ലിശ്ശഹീദി കുല്ല ദംബിൻ, ഒരു ഷഹീദിനെ അവന്റെ ചോരത്തുള്ളി ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് അവന്റെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലദ്ദൈൻ, അവനവന്റെ സഹോദരനോട് വാങ്ങിയിട്ടുള്ള 1000-ഓ 10,000-ഓ ഒഴികെ ബാക്കി എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. നമ്മളൊക്കെ പല സാഹചര്യങ്ങൾ കടം വാങ്ങിയിട്ടുണ്ടല്ലേ? അതൊക്കെ അത്യാവശ്യത്തിന് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള സാഹചര്യങ്ങളിലായിരുന്നുവോ? എല്ലാം എന്റെ മകളുടെ മകന്റെ കല്യാണത്തിന് ആഡംബരം കാണിക്കുവാൻ, തന്റെ വീടിന്റെ മോടി കൂട്ടുവാൻ, എല്ലാ നാലാളുകൾ തന്നെ കുറിച്ച് നല്ലത് പറയുവാൻ, തന്റെ വീടിനെ കുറിച്ച് മേന്മ പറയുവാൻ വേണ്ടി കടം വാങ്ങി കടക്കണിയിൽപ്പെട്ടവനാണോ നമ്മൾ? എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആത്മാവ് അത് നമ്മുടെ കടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തുൻ ബിദൈനി. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ് നമ്മൾ കാണാൻ സാധിക്കും. ഒരിക്കൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു. ഗസൽനാഹു വകഫൽനാഹു, ഞങ്ങൾ അദ്ദേഹത്തെ കുളിപ്പിച്ചു, ഞങ്ങൾ കഫൻ ചെയ്തു. ആ ജനാസയുമായി റസൂലിന്റെ അടുക്കൽ വന്നു. ജനാസ കൊണ്ടുവച്ച് റസൂലിന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി വിളിച്ചു. റസൂൽ ജനാസയുടെ അടുക്കൽ എത്തിയപ്പോൾ റസൂൽ ചോദിച്ചു, അലൈഹി ദൈനുൻ, ഈ മനുഷ്യന്റെ മേൽ വല്ല കടമിടപാടും ബാക്കിയായിട്ടുണ്ടോ? ആരോ മറുപടി കൊടുത്തു, അലൈഹി ദീനാറാൻ, 2 ദീനാറുണ്ട് റസൂൽ, 2 ദീനാർ. റസൂൽ മാറി. ആ ജനാസയിൽ റസൂൽ മാറി ജനാസ നമസ്കാരത്തിൽ നിന്ന്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു മുന്നിലേക്ക് വന്ന്, റസൂലെ ഞാനത് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് വേണ്ടി ജനാസ നമസ്കരിക്കുക പോലും ചെയ്തത്. കഴിഞ്ഞോ? റസൂൽ അവിടെ ഉപേക്ഷിച്ചോ? അടുത്ത ദിവസം അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ റസൂലിന്റെ ചോദ്യം, മാ ഫഅല ദീനാറാൻ, ആ 2 ദീനാറിന്റെ കാര്യം നീ എന്ത് ചെയ്തു അബൂ ഖത്താദ എന്നായിരുന്നു റസൂൽ ആദ്യം ചോദിച്ച ചോദ്യം. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ മറുപടി പറയുന്നത് പോലെ, ഇന്നമാ മാത അംസി, റസൂലെ അദ്ദേഹം ഇന്നലെ അങ്ങ് മരണപ്പെട്ടിട്ടല്ലേ ഉള്ളൂ, ഞാൻ കൊടുത്തോളാം. റസൂൽ ഒന്നും മിണ്ടിയില്ല. റസൂൽ പിരിഞ്ഞുപോയി. ഗൗരവം മനസ്സിലായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഉടനെ ആ കടം കൊടുത്തു കൂട്ടി. അടുത്ത ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ആ വിവരം അറിയിച്ചു. അപ്പോൾ റസൂൽ കൊടുത്ത മറുപടി, ഇപ്പോഴാണ് ആ മനുഷ്യന്റെ ശരീരം ഒന്ന് ആശ്വാസം അടഞ്ഞതൊന്ന് തണുത്തത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കൂട്ടത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വാപ്പമാർ, നമ്മുടെ ഉമ്മ, നമ്മുടെ സഹോദരൻ, നമ്മുടെ അയൽവാസികൾ, ഇവരൊക്കെ മരണപ്പെടുമ്പോ ജനാസ നമസ്കരിക്കുമ്പോൾ പള്ളിയെ കൊണ്ടുപോകുമ്പോ പള്ളിയുടെ മുന്നിൽ നിന്ന്, ജനാസയുടെ അടുക്കൽ നിന്ന് ഇമാമ് വിളിച്ചു പറയും, ഉക്രെ വിളിച്ചു പറയും, അല്ലെ മക്കൾ നേരിട്ട് വന്ന് പറയും, വാപ്പാക്ക് വല്ല കടമിടപാടുണ്ടാക്കിയായിട്ടുണ്ട് എങ്കിൽ ഇതാ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അല്ലെ ഞാനും എന്റെ സഹോദരനും ഏറ്റെടുത്തിരിക്കുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തും. പിന്നെ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല, അത് കൊടുത്തു കൂട്ടുവാനുള്ളൊരു നിപ്പാടില്ല. സമയമുണ്ടല്ലോ, എനിക്കിനി ഒരുപാട് ജീവിതമുണ്ട്, ഞാൻ ഏതെങ്കിലും സമയത്തൊക്കെ കൊടുത്തോണ്ടാം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആ നീട്ടിവെക്കുന്ന അത്രയും സമയം ഇവിടെ നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും സൽപ്രവർത്തികൾ വാരിക്കൂട്ടി നാളെ സ്വർഗത്തിലേക്ക് പ്രവേശനം ആഗ്രഹിച്ച് മരണപ്പെട്ടു പോയ ആ മനുഷ്യന്റെ ശരീരം ബർസഖിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തേ കാരണം? തന്റെ മക്കളെ നല്ല രീതിയിൽ, തന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം, നല്ല മതവിദ്യാഭ്യാസം നൽകണം, നല്ല ഭൗതിക വിദ്യാഭ്യാസം നൽകണം, നല്ല വസ്ത്രം നൽകണം, നല്ല വീട് വെച്ചു കൊടുക്കണം എന്ന ആഗ്രഹത്തിൽ അദ്ദേഹം വാങ്ങിയിട്ടുള്ള 10,000-ന്റെയോ 1,00,000-ന്റെയോ പേരിൽ അദ്ദേഹം നാളെ ബർസഖിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ മറ്റൊരു കാര്യം, ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന പലരുടെയും ഒരു സ്വഭാവം,
അവർക്ക് വല്ല കടമിടപാടുമുണ്ടെങ്കിൽ, വല്ല ബാധ്യതയുമുണ്ട് എങ്കിൽ അവരുടെ മക്കളെ, അവരുടെ ഭാര്യമാരെ, അവരുടെ സുഹൃത്തുക്കളെ അതൊന്ന് അറിയിക്കുവാൻ അവർക്ക് പ്രയാസമാണ്, അവർക്ക് മടിയാണ്. എന്തിനാണ് മക്കളെ അറിയിക്കുന്നത്? അവരെന്തിന് പ്രയാസപ്പെടണം? എന്റെ പ്രയാസങ്ങൾ അവരെന്തിനറിയണം? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏത് സമയത്താണ് നമ്മൾ ഓരോരുത്തരുടെയും മരണം മുന്നിലേക്ക് കടന്നു വെക്കുക എന്ന് നമുക്ക് ആർക്കും യാതൊരു നിശ്ചയവുമില്ല. ആ സാഹചര്യത്തിൽ വാപ്പ മരണപ്പെട്ടു പോകുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും മരണപ്പെട്ടു പോകുമ്പോ നിങ്ങളുടെ മക്കളിലേക്ക് ആരെങ്കിലും എനിക്ക് നിങ്ങളുടെ വാപ്പ 10,000 തരുവാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ചെല്ലുമ്പോ ചിലപ്പോ മക്കള് ഇത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. വാപ്പ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, പ്രത്യേകിച്ച് രേഖകളിലൊന്നും അത് കാണുവാനില്ലല്ലോ, എന്നെ പറ്റിക്കുവാൻ പറയുന്നതാണെന്ന് കരുതി ആ മനുഷ്യൻ, നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ നമസ്കാരവും നിങ്ങളുടെ സക്കാത്തും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ സ്വതക്കയും ഒന്നും ഉപകരിക്കാതെ പോകുന്നൊരവസ്ഥ നാളെ ബർസഖിൽ ഉണ്ടാകും. എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇത്ര കൃത്യമായി പഠിപ്പിച്ചു തരുമ്പോ എന്തിനു ഭയക്കണം? മക്കളെ ഒന്ന് അറിയിക്കുന്നതിന്, അതിനനുസരിച്ച് ചെലവിലുള്ള നമ്മുടെ മക്കളെ ഒന്ന് പോറ്റി വളർത്തുവാൻ. പലപ്പോഴും രക്ഷിതാക്കൾക്ക്, പിതാക്കന്മാർക്ക് അതിന് മടിയാണ്. ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങളുടെ ജീവിതം, നാളെയുള്ള ബർസഖി ജീവിതം അതാകെ പ്രയാസത്തിലാക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു അലസത കാരണമായിരിക്കാം. അതേപോലെ കടവുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ പറ്റുന്ന മറ്റൊരു മാതൃക എന്നുള്ളത്, റസൂല് കടം വാങ്ങിയിട്ടുണ്ട്. ആ റസൂൽ അത് തിരിച്ചു കൊടുക്കുമ്പോൾ അതിനേക്കാൾ അധികരിച്ചായിരുന്നു കൊടുത്തത്. ജാബർ റളിയല്ലാഹു പറയുകയാണ്, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുമ്പോൾ ഞാൻ പള്ളിയിലേക്ക് കയറുകയാണ്. എന്നോട് 2 റക്അത്ത് തഹ്യ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. തഹ്യ്യത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് തരുവാനുണ്ടായിരുന്ന കടം അത് തിരിച്ചു തന്നു. അത് മാത്രമല്ല, അതിനേക്കാൾ അധികരിപ്പിച്ചു തന്നു. എനിക്ക് കടം കൂട്ടി അതിനേക്കാൾ അധികരിപ്പിച്ചു തരികയും. അതേപോലെ മറ്റൊരു സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറിയ ഒട്ടകത്തെ കടമായി വാങ്ങിച്ചിരുന്നു. അത് തിരിച്ചു കൊടുക്കുമ്പോൾ 7 വയസ്സുള്ള ഒരു ഒട്ടകത്തെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു കൊടുത്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്ന ഖിയാറൻ നാസി അഹ്സനുഹും ഖദാഅൻ, നിശ്ചയമായും ജനങ്ങളിൽ ഏറ്റവും ഉത്തമൻ, അവരിൽ ഏറ്റവും നന്നായി കടം വീട്ടുന്നവനാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ കടം വാങ്ങിക്കുമ്പോൾ അത് തിരിച്ചു കൊടുക്കുവാനുള്ള ഉദ്ദേശത്തോടുകൂടെ കൃത്യമായ ഒരു രേഖയിൽ രേഖപ്പെടുത്തി ഒരു സാക്ഷിയുടെ മുമ്പിൽ കൂടെയൊക്കെയാണ് വാങ്ങുന്നത് എങ്കിൽ നിശ്ചയമായും ആ മനുഷ്യനെ കടം കൊടുത്തുകൂട്ടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എല്ലാം അവന്റെ അടുക്കൽ ഒരുപാട് പണമുണ്ടല്ലോ, എനിക്കൊരു 5,000 തന്നതിന്റെ പേരിൽ ഞാനത് അവന് തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അവന് പ്രത്യേകം യാതൊരു ബുദ്ധിമുട്ടുമൊന്നുമില്ല എന്നുള്ള നീയത്തോടു കൂടെയാണ് നമ്മൾ കടം വാങ്ങിക്കുന്നത് എങ്കിൽ നിശ്ചയമായി ഈ ദുനിയാവിൽ തന്നെ അവനെ ഈ ദുനിയാവിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നമുക്ക് കാണാൻ സാധിക്കും. കടം വാങ്ങിക്കുമ്പോൾ അത് ശ്രദ്ധയോടെ ആവശ്യത്തിന് മാത്രം മേടിക്കുക, അത് കൃത്യമായി കൊടുത്തുകൂട്ടുവാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. കടം അത് വാങ്ങിക്കുന്നത്, അത് തിരിച്ചു കൊടുക്കുന്നതിൻ്റെയും ഗൗരവത്തെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിക്കേണ്ടത്. കടം വാങ്ങിക്കുമ്പോഴുള്ള ഗൗരവത്തെ പോലെ തന്നെ അത് ഒരാൾ കൊടുക്കുകയാണ് എങ്കിൽ അത് വളരെ പുണ്യകരമായ കാര്യമായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആരെങ്കിലും കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് എങ്കിൽ അവനെ സഹായിക്കുക എന്നുള്ളതും ഇസ്ലാമിൽ പുണ്യമായി പഠിപ്പിച്ചിട്ടുണ്ട്.
ഇതിനേറെ സകാത്തിന്റെ അവകാശികളിൽ ഒരാളായി പ്രവാചകൻ എണ്ണിയിട്ടുള്ളത് കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെയാണ്. അത്തരത്തിലുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളതും ഏറെ പുണ്യകരമാണെന്ന് നമുക്ക് സറായിൽ കാണാൻ സാധിക്കും. അതിന് നമ്മൾ സാധിക്കുന്ന ആളുകളാണ് അത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ അറിവിലുണ്ട് എങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യത. ഇനി കടക്കണിയിൽ അകപ്പെട്ടവരാണ് നമ്മുടെ എങ്കിൽ പ്രവാചകൻ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. ഒരു പ്രാർത്ഥന ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചിരുന്നത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്തമി വൽ മഗ്റം, പാപത്തിൽ നിന്നും കടബാധ്യതയിൽ നിന്നും അല്ലാഹു എനിക്ക് സംരക്ഷണം നൽകണേ എന്ന് റസൂൽ നിരന്തരം നമസ്കാരത്തിൽ പ്രാർത്ഥിച്ചതായി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നു. മുസ്ലിം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മസീഹ് ദജ്ജാൽ എന്നുള്ള നമസ്കാരത്തിലെ തഹിയ്യാത്തിലെ അവസാനത്ത് നമ്മൾ സ്ഥിരമായി പ്രാർത്ഥിക്കാറുള്ള മസീഹ് ദജ്ജാലിന് ശേഷം നാം മുസ്ലിം ഉദ്ധരിക്കുന്ന പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്തമി വൽ മഗ്റം എന്നുകൂടെ നമുക്ക് പറയാൻ സാധിക്കും. മറ്റൊരു പ്രാർത്ഥന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിരുന്നത് നമ്മുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളെയും തൊട്ടുരുമെന്നൊരു പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസനി വൽ അജ്സി വൽ കസ്ലി വൽ ബുഖ്ലി വൽ ജുബ്നി വദലഇ ദൈനി വഗലബത്തി الرجال. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, മനക്ലേശത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും റബ്ബേ നീ എനിക്ക് സംരക്ഷണം നൽകണേ. വൽ അജ്സി വൽ കസ്ൽ, അശക്തതയിൽ നിന്നും മടിയിൽ നിന്നും റബ്ബേ നീ എനിക്ക് സംരക്ഷണം നൽകണേ. വൽ ബുഖ്ലി വൽ ജുബ്ൻ, പിശുക്കിൽ നിന്നും വീരത്വത്തിൽ നിന്നും റബ്ബേ നീ എനിക്ക് സംരക്ഷണം നൽകണേ എന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ പറയുകയാണ് വദലഇ ദൈൻ, കടം അതിജയിക്കുന്നതിൽ നിന്നും റബ്ബേ നീ എനിക്ക് സംരക്ഷണം നൽകണേ. വഗലബത്തി الرجال, ശത്രുക്കൾ നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ നിന്നും റബ്ബേ നീ എനിക്ക് സംരക്ഷണം നൽകണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിച്ചിരുന്നതായി ഖാദിമുർ റസൂൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനകൾ പതിവാക്കി ശ്രദ്ധിക്കുക. കടത്തിന്റെ കണിയിൽ നിന്ന് കടത്തിലകപ്പെട്ടു പോകാതെ സൂക്ഷിച്ച് സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും ഉൾപ്പെടുത്തി ഗ്രഹിക്കുമാറാകട്ടെ. നിലവിൽ കടത്തിന്റെ കണിയിൽ അകപ്പെട്ടു പോയ ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അത് കൊടുത്തുകൊണ്ടുവാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ടും മറ്റു പ്രയാസങ്ങളുള്ള ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെയൊക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك وأرحم الراحمين.